ഇസ്രായേലും ഹമാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ യുദ്ധം നിർത്താനുള്ള നിർണായകമായ നീക്കം വന്നിരിക്കുന്നു. സമാധാനത്തിന്റെ വലിയൊരു സൂചനയും പ്രതീക്ഷയുടെ വലിയ ഒരു സാധ്യതയുമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. വെടിനിർത്തലിനുള്ള കരട് രേഖ മധ്യസ്ഥരായ ഖത്തർ ഹമാസിനും ഇസ്രായേലിനും കൈമാറിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. രേണുക രാജേന്ദ്രൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഖത്തർ മുന്നോട്ട് വച്ചിട്ടുള്ള മധ്യസ്ഥതയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണ്? അത് ഹമാസും ഇസ്രയേലും അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറയാമോ? ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിയെന്ന് മാത്രമേ നമുക്ക് നിലവിൽ പറയാൻ കഴിയുകയുള്ളൂ. ഇരു രാജ്യങ്ങളും ഒരു സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. സമ്മർദ്ദത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും ഒരു പോക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രയേലും ഹമാസിന്റെയും ഒരു യുദ്ധം നോക്കുകയാണെങ്കിൽ വളരെ നാശം സംഭവിച്ച അല്ലെങ്കിൽ വളരെ നാശങ്ങൾ സൃഷ്ടിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു ഇരു കക്ഷികളും ചേർന്ന് നടത്തിയിരുന്നത്. ഇതിൽ ഒരു നിർണായക ഘടകം അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറെ മുമ്പ് തന്നെ അല്ലെങ്കിൽ വളരെ ഏറെ മുമ്പ് തന്നെ ഒരു സമാധാന പാത സ്വീകരിക്കണമെന്നൊരു ആശയമായി ഇരു രാജ്യങ്ങളും എത്തിയിരുന്നെങ്കിലും തൽക്കാലമായി പല ആശയവിനിമയത്തിന്റെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒരു സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും ഒരു സമാധാന പാതയിൽ നിന്നും പിന്മാറുകയും മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിർണായക ഘടകം നോക്കുകയാണെങ്കിൽ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് വേണം എടുത്തു പറയേണ്ടത്. റിപ്പോർട്ട് നമുക്ക് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും എത്രയും പെട്ടെന്ന് ഒരു സമാധാന പാത സ്വീകരിക്കുകയും ഒരു സമാധാന അന്തരീക്ഷം ഇരു രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകണമെന്നത് വളരെ നിർബന്ധകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ഒരു സംഘർഷം അല്ലെങ്കിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കാണ് ഓരോ ദിവസവും നീണ്ടുകൊണ്ടിരിക്കുന്നത്. 1,00,000-ഓളം ജനങ്ങൾ ഇപ്പോൾ തന്നെ മരണമടഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. വളരെ മൃഗീയമായ രീതിയിലുള്ള ഓരോരോ മരണങ്ങളാണ് അവിടെ നിരന്തരമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ നടന്ന ദോഹയിൽ നടത്തിയ ഒരു ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധികളും ഹമാസിന്റെ പ്രതിനിധികളും ഇസ്രായേലിലെ രഹസ്യ ഏജൻസികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദോഹയിൽ ഇന്നലെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഈ നിർണായക ചർച്ചയുടെ അല്ലെങ്കിൽ ഈ സമവായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കരട് രേഖ വെടിനിർത്തും എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കരട് രേഖ ഇരു കക്ഷികൾക്കും ഖത്തർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് അടുത്ത ഒരു ഘട്ടം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഇരു രാജ്യങ്ങളും ഈ കരട് രേഖയെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അവരിതിനെ കൈകാര്യം ചെയ്യുന്നത്, ഇരു രാജ്യങ്ങളും ഈ ഒരു കരട് രേഖ സ്വീകരിക്കുമോ, ഇതിന് ഇനി എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി നമ്മൾക്ക് നോക്കി കാണേണ്ടതുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കരട് രേഖയിൽ വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ഇരു രാജ്യങ്ങളുടെയും സമാധാന സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കരട് രേഖ തന്നെ ഖത്തർ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ വിശാലമായ അല്ലെങ്കിൽ വളരെ നീണ്ടു നിന്നൊരു ചർച്ച എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു സുരക്ഷ എങ്ങനെ അവിടെ നിർണ്ണയിക്കാം അല്ലെങ്കിൽ എങ്ങനെ അവിടെ ഉണ്ടാക്കാം എന്നൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു സമയത്ത് ഈ ഇരു രാജ്യങ്ങളും ഈ കരട് രേഖയെ അല്ലെങ്കിൽ ഈ കരട് രേഖയെ ബഹുമാനിക്കുകയും അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കരട് രേഖ വെച്ച് മുന്നോട്ട് പോകേണ്ടുള്ള കാര്യങ്ങളാണ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം. ഇതിൽ അവരൊരു പിഴവ് അല്ലെങ്കിൽ ഇനി ഇതിലൊരു പിഴവ് ഉണ്ടാവുകയാണെങ്കിൽ മുൻപ് നടന്ന പോലെ ഒരു ആശയക്കുഴപ്പമോ അത്തരം ഒരു സാഹചര്യം ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒരു ക്രമസമാധാന അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നാശം വിധിച്ച ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുമെന്ന് വേണം എടുത്തു പറയേണ്ടത്. മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ നിരന്തരം മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി ഈ ഒരു അവസരം ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. ഒരു സമാധാന പാത ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു കക്ഷികളും സ്വീകരിക്കണം. വെടിനിർത്തൽ സാഹചര്യത്തിൽ ഇരു കക്ഷികളും ഒരു സമാധാന പാത സ്വീകരിക്കണം എന്ന ആശയത്തെ തുടർന്നാണ് ഖത്തർ ഒരു വെടിനിർത്തൽ കരട് രേഖ ഇരു കക്ഷികളെയും കൂട്ടിനിർത്തി അമേരിക്ക ഉൾപ്പെടെയുള്ള കക്ഷികളെ കൂട്ടിനിർത്തി പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് എങ്ങനെയാണ് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഒരു കരട് രേഖ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. നിർണായകമായ ഒരു ധാരണ നോക്കുകയാണെങ്കിൽ ഇരു കക്ഷികളും ഇത് സമ്മതിക്കണം. ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഈ കരട് രേഖയെ മനസ്സിലാക്കി പൂർണ്ണമായി അതിനെ വിനിയോഗപ്പെടുത്തണം എന്ന് വേണം പറയാൻ. സമാധാനത്തിന്റെ ഭാഗമായി ഇരു കക്ഷികളും ബന്ദികളെ വിട്ടുനൽകുകയും അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ഒരു പരിഗണന നൽകിയ ഒരു സംഭവമൊക്കെ മുന്നിലുണ്ടായിരുന്നു. ഒരു സമാധാന അന്തരീക്ഷം പാലിക്കുക എന്ന് പറയും. അതിൽ നിന്നെല്ലാം വീണ്ടും
ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആശയവിനിമയം കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുകയും സ്കൂളുകൾക്ക് വെടിയുതിർക്കുകയും അതോടൊപ്പം തന്നെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും തെരുവിൽ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തുകയാണ്. തൻ്റെ ഉറ്റവരെ കാത്ത് അല്ലെങ്കിൽ ഉറ്റവർക്ക് വേണ്ടി ഒരു തെരുവിൽ ഇറങ്ങി പ്രതിഷേധം നടത്തുകയാണ്. വീടുകൾ ഉൾപ്പെടെ എല്ലാം നശിക്കപ്പെട്ട വീട്ടിൽ കുട്ടികളും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒന്നുമില്ലാതെ തെരുവിലിറങ്ങി ഒരു പ്രതിഷേധം നടത്തുകയാണ്. ഇവരുടെ എല്ലാവരുടെയും ആവശ്യം അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ജീവനെ മുൻനിർത്തിയാണ് ഖത്തർ ഇപ്പോൾ ഒരു കരട് രേഖ ഇരു കക്ഷികൾക്കും പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് അടുത്തത് ഈ ഇരു കക്ഷികളും അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും എങ്ങനെ ഈ കരട് രേഖയെ വിനിയോഗിക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. MS, ഈ കരട് രേഖയെ ഇരു രാജ്യങ്ങളും എങ്ങനെ സമീപിക്കുന്നു, അനുകൂലമായ രീതിയിൽ ആ കരട് രേഖയോട് ആ രാഷ്ട്രങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് രേണുക പറയുമ്പോൾ തന്നെയും അതൊരു വലിയ പ്രതീക്ഷയുടേതായ രീതിയിലേക്ക് പോകണമെന്ന് ലോകത്തെങ്ങുമുള്ള സമാധാന സ്നേഹികൾ ആഗ്രഹിക്കുമ്പോഴും വലിയ ചില ആശങ്കകളും സംശയങ്ങളും ഇതേ സമയത്ത് തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടത്തി അതിൻ്റെ ഒരു സമവായ ശ്രമം എന്നുള്ള നിലയ്ക്ക് രേണുക സൂചിപ്പിച്ചതുപോലെയുള്ള കരട് ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മധ്യസ്ഥതയുടെ ഭാഗമായിട്ടുള്ള സമാധാനത്തിൻ്റെ കരാർ, അതിൻ്റെ കരട് രേഖ ഇതാണ്. ഇത് നിങ്ങൾ വായിക്കുക, നിങ്ങൾ അംഗീകരിച്ചിട്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോവുക എന്ന് ഖത്തർ പറയുമ്പോൾ തന്നെയും ഇതിന് സമാന്തരമായിട്ട് ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഗസയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് കുടിയിറക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകിയിട്ടുള്ള ഗാസ സിറ്റിയിലെ സലാഹ് അൽ ദിൻ സ്കൂളിൽ ഇസ്രയേൽ സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ആ ആക്രമണത്തിൽ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഉടനീളം 26 പലസ്തീൻകാരെ ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നാണ് ആരോഗ്യ വകുപ്പിലെ സ്രോതസ്സുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വടക്കൻ ഗസയിലെ ഇസ്രയേൽ ഉപരോധം 100 ദിവസം പിന്നിട്ടിരിക്കുക. അങ്ങനെ അത് പിന്നിട്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും പുതിയ ഈ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം 5000 പേര് കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തതായിട്ടാണ് പലസ്തീൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇതുമായി ബന്ധപ്പെട്ട സമാധാന കരാർ ഉണ്ടാക്കുകയും അതിൻ്റെ കരടുണ്ടാക്കുകയും ആ കരട് ഇരു രാഷ്ട്രങ്ങൾക്കും സമർപ്പിക്കുകയും ചെയ്യുകയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തരമായൊരു വെടിനിർത്തലിൻ്റെ ആവശ്യകത ഊന്നി പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതുവരെയും ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകളാണ് ഹമാസ് എപ്പോഴും ഉയർത്തിവിടുന്നത്. ആ കണക്കുകൾ അവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യ എന്ന വാക്ക് തന്നെയാണ് അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ആ വംശഹത്യയിൽ 2023 ഒക്ടോബർ 7-ാം തീയതി മുതൽ കുറഞ്ഞത് 46,584 പലസ്തീൻകാർ കൊല്ലപ്പെടുകയും 1,97,031 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. അപ്പോൾ വെടിനിർത്തൽ കരാറിലെത്താൻ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടായി. അത് സമാധാനത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറുമോ ഇല്ലയോ എന്നതാണ് രേണുക രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തയാണ് ഇത്. ഇപ്പോൾ ഖത്തർ ഹമാസിനും ഇസ്രയേലിനും സമാധാനത്തിൻ്റെ കരട് സമർപ്പിച്ചിരിക്കുന്നു. ഇരു രാഷ്ട്രങ്ങളുമാണ് ഇനി അതിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ഇരു രാഷ്ട്രങ്ങൾക്കും സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഇസ്രയേൽ ആകട്ടെ ഹമാസ് ആകട്ടെ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെയും പിന്തുണയ്ക്കുന്ന മത സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉപദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് തീരുമാനം വേണ്ടി വരിക, അല്ലേ രേണുക? അപ്പോൾ നമുക്ക് നിർണായകമായ ഒരു കാര്യം അന്വേഷിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്. ഇരു രാജ്യങ്ങളും ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഈ കരടിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വേണം നമുക്ക് ഇനി കണ്ടിരിക്കേണ്ടത്. വളരെ ഖത്തറിൻ്റെ ഒരു മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളെ സമാധാനപ്പെടുത്തി അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളെയും സമാധാനപ്പെടുത്തി ഒരു കരട് ഇറക്കിയിട്ടുണ്ട്. അവരുടെ ഒരു സാന്നിധ്യത്തിൽ അവരൊരു കരട് രേഖ ഇറക്കിയിട്ടുണ്ട്. ഇതിനെ അവരെങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് വേണം ഇനി മനസ്സിലാക്കാൻ. ജനങ്ങളുടെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ക്രമസമാധാനത്തിന് വേണ്ടിയാണ് ഇത്തരം ഒരു കരട് രേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഇരു രാജ്യങ്ങൾ വിനിയോഗിക്കുന്നു, എങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനിയുള്ള ഇരു രാജ്യങ്ങളുടെയും മുന്നോട്ടുള്ള ഒരു നീക്കം എന്നതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഇസ്രയേലും ഗാസയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഖത്തറിൽ നടന്ന മധ്യസ്ഥ ചർച്ചയുടെ പരിസമാപ്തി എന്നുള്ള നിലയ്ക്ക് ഇരു രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർക്കുമെല്ലാം സമർപ്പിക്കുന്ന രീതിയിൽ സമാധാനത്തിൻ്റെ കരട് സമർപ്പിച്ചിരിക്കുന്നു. ആ സമാധാനത്തിൻ്റെ കരടിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു രാഷ്ട്രങ്ങളും എന്ത് നിലപാടെടുക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രേണുക രാജേന്ദ്രൻ.